പ്രൈസറോ കർത്താവിന്റെ അതിപരിസ്ഥമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. അബ്രഹാം പിതാവി എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, നമ്മളെപ്പോഴും സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന, കേട്ടിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ ശുശ്രൂഷിക്കുന്ന വചനങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള മെസ്സേജുകളും പറഞ്ഞിട്ടുള്ള വചനങ്ങളും ഒക്കെയാണ്. ഈ ഭാഗം തന്നെ പലപ്പോഴും ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, കാരണം ദിനംതോറും മെസ്സേജ് പറയേണ്ടത് കൊണ്ട് ഒരു വാക്യം തന്നെ പലപ്പോഴും നമ്മൾ ശുശ്രൂഷിക്കും. പക്ഷെ ചിന്തകൾ വേറെ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. രംഗത്തെ ഉള്ളടക്കങ്ങൾ, വചനത്തിന്റെ സത്യങ്ങൾ, ദൂതുകളെല്ലാം ദൈവം മാറ്റി മാറ്റി തരും. പ്രൈസ് ലോർഡ്. ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം അബ്രഹാം പിതാവി എന്നോട് കനിവുണ്ടാകണമേ എന്ന് ഈ ധനവാനായ മനുഷ്യന്റെ ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ധനവാനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടല്ല എന്ന് ആദ്യം നിങ്ങൾ ഓർക്കണം. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അബ്രഹാം പിതാവിനോടാണ്. പ്രൈസ് ലോർഡ്. അബ്രഹാം ഭൂമിയിൽ നിന്നുള്ളവനാണ്, മണ്ണുകൊണ്ടുള്ളവനാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്നുള്ളവനും മണ്ണുകൊണ്ടുള്ളവനുമായ അബ്രഹാമിന് അവൻ സൃഷ്ടിച്ച ഒരു ദൈവം ഉള്ളപ്പോഴാണ് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അബ്രഹാമിനോട് ഈ ധനവാൻ പ്രാർത്ഥിക്കുന്നത്. എത്ര വ്യത്യാസം നോക്കി. ഹല്ലേലൂയ. അപ്പൊ ധനവാന്റെ ഈ പ്രാർത്ഥന അബ്രഹാമിനോട് അപേക്ഷിച്ച ഒരു പ്രാർത്ഥനയായിട്ടാണ് വരുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ചില ലോഡ്ജുകളുടെ പേര് പ്രാർത്ഥന എന്നാണ്, ലോഡ്ജിന്റെ പേര് പ്രാർത്ഥന എന്നാണ്. അങ്ങനെ ലോഡ്ജുകൾ കണ്ടിട്ടില്ല, എനിക്ക് വന്ന് ഞാൻ കാണിച്ചില്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷെ അവിടെ പ്രാർത്ഥനയുടെ അനുഭവമല്ല ലോഡ്ജ് നടക്കുന്നത്. ചില ആളുകളുടെ പേര് പ്രാർത്ഥന എന്നാണ്. ചില കുട്ടികളുടെ പേരുണ്ട് പ്രാർത്ഥന എന്നുള്ളത്. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിലും പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ. അപ്പം പേരുകൊണ്ട് പ്രാർത്ഥനയാണെങ്കിലും ജീവിതത്തിൽ അതില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ധനവാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ധനവാന്റെ പ്രാർത്ഥന അബ്രഹാമിനോടാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഈ ധനവാൻ രണ്ട് പ്രാർത്ഥനയാണ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥനയാണ് ഹല്ലേലൂയ നമ്മൾ വായിച്ചത്. അബ്രഹാമിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അബ്രഹാം പിതാവി എന്നോട് കനിവുണ്ടാകണമേ എന്നുള്ളത് ഒന്നാമത്തെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. തനിക്ക് ഒരുപാട് പണമുണ്ട്, പ്രതാപമുണ്ട്. ഹല്ലേലൂയ. പട്ടും തൂപ്ര വസ്ത്രമൊക്കെ ധരിച്ച് ആഡംബരത്തോടെ സുഖിച്ച് ജീവിക്കുന്നവനാണെങ്കിലും ഹല്ലേലൂയ ആരോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. പ്രൈസ് ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിലും അതാണ്. പട്ടും തൂമ്ര വസ്ത്രമൊക്കെ ധരിച്ച്, ആഡംബര വസ്ത്രമൊക്കെ ധരിച്ച്, വില കൂടിയ വാഹനങ്ങളൊക്കെ, വലിയ വീടുകളൊക്കെ പണിത് ആമി സന്തോഷത്തോടെ ജീവിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ആരോട് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ലാത്ത അനവധി ആളുകൾ ക്രൈസ്തവ വിഭാഗത്തിലുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പൊ ഒന്നാമത് ഈ ധനവാൻ പ്രാർത്ഥിച്ചത് അബ്രഹാം പിതാവിനോടാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സഹോദരന്മാർക്ക് വേണ്ടിയാണ്, തന്റെ സഹോദരന്മാർക്ക് വേണ്ടിയാണ്. അത് വീണ്ടും വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു 27-ാമത്തെ. എന്നാൽ പിതാവി അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ. ഒന്ന്, അബ്രഹാമിനോട് വെള്ളം കിട്ടാൻ വേണ്ടി ലാസറിനെ അയക്കാൻ പ്രാർത്ഥിക്കുന്നു. 2, തന്റെ വീട്ടിലേക്ക് ലാസറിനെ അയക്കണം. തന്റെ 5 സഹോദരന്മാരും കൂടെ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി. കാരണം താൻ തിരുവാലിയിൽ കിടന്ന് കഷ്ടം സഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനെ അധികമായി പാപത്തിലേക്ക് തള്ളുന്നത്, പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്, പാപത്തിലേക്ക് നയിക്കുന്നത്, പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്, പാപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നത് ഹല്ലേലൂയ. സ്വതം നമ്മുടെ നാവാണ്.
നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധികളൊക്കെ വരുമ്പോൾ, രാഷ്ട്രത്തിന്റെ പ്രതിനിധികളൊക്കെ വരുമ്പോൾ അല്ലേരിയ നമ്മളവരെ വളരെ ആനയിച്ചു കൊണ്ടുവരും. അല്ലേരിയ വലിയ സന്നാഹത്തോടു കൂടി എന്ന് പറഞ്ഞവരാണ് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുവാൻ സാത്താനും അവന്റെ കിങ്കരന്മാരും കൂടെ നമ്മുടെ നാവിനെ പ്രയോജനപ്പെടുത്തി നമ്മളെ പാപത്തിലേക്ക് അനയിച്ചുകൊണ്ട് പോകും. പിന്നെ നമുക്ക് സുബോധം കിട്ടുമ്പോൾ, സുബോധം കിട്ടുകഴിഞ്ഞാൽ പിന്നെ അബ്രഹാമാണോ യാക്കോബാണോ ഇസ്ഹാക്കാണോ നമ്മൾ നോക്കും, നമ്മൾ കണ്ണി കിട്ടുന്നവരോടെല്ലാം പ്രാർത്ഥിക്കും. അല്ലേര് അങ്ങനെയാ മനുഷ്യൻ കേട്ടോ. പക്ഷെ മാറ്റം വരണം. അല്ലേര് സുബോധത്തിന്റെ ആത്മാവിൽ ആരോട് പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്ത നിന്റെ ഉള്ളിലുണ്ടാകണം. സുബോധം ഉണ്ടെങ്കിലേ ആരോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. അല്ലേരിയ ഇപ്പൊ പറയുക, ലാസറിനെ ഒന്ന് അയക്കണം, ലാസറിനെ ഒന്ന് അയക്കണം. അവന്റെ വിരല് അല്ലെങ്കിൽ ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണം. കണ്ട യാതന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ആ മനുഷ്യൻ നാവ് വറ്റി വരണ്ട് ഈ യാതന സ്ഥലത്ത് കിടക്കുക. എന്നെ കേൾക്കുന്ന പ്രശ്നം, മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറുന്ന വ്യക്തികൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കാത്ത സകലരും ഈ യാതന സ്ഥലത്താണ് ചെല്ലുന്നത്. ഈ യാതന സ്ഥലത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഈ യാതനയെ അനുഭവിക്കുന്ന വറ്റി വരണ്ട നാവിനെ പോലെയുള്ള ഈ ധനവാനെ പോലെ നിങ്ങൾ അവിടെ കിടന്ന് എഴുപൊരി വെയിലത്ത് പൊള്ളുന്നതുപോലെ പൊള്ളേണ്ടി വരും. പ്രൈസ്. അവിടെ കിടക്കുമ്പോൾ രണ്ടാമത്തെ ഒരു പ്രാർത്ഥന, ഈ ലാസറിനെ എന്റെ വീട്ടിലേക്ക് അയക്കണം. നമ്മൾ 27 വാക്യം വായിച്ചു. കാരണം എന്താ? എന്റെ സഹോദരന്മാർ 5 പേരുണ്ടെന്ന് അവിടെ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ രീതി അറിഞ്ഞത്. ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ധനവാനെ നീ യാതന സ്ഥലത്തേക്ക് പോകരുത്, നീ നരകത്തിലേക്ക് പോകരുത്, നീ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിൽ മാത്രമേ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് നീ യേശുവിനെ ആമെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ ധനവാൻ ചെയ്തില്ല. ധനവാൻ ചിന്തിക്കുക, ഞാൻ അന്ന് ചെയ്തില്ല, അന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ സ്ഥലത്ത് വരുത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ജനത്തിന്റെ വാക്ക് കേട്ടു, എന്റെ പണത്തിൽ ആശ്രയിച്ചു, എന്റെ ആഡംബരത്തിൽ ആശ്രയിച്ചു, ഞാൻ സുഖലോലുപനായി ജീവിച്ചു, എന്നെ ജനം ബഹുമാനിച്ച് ആദരിച്ചു, ഞാനാണ് എല്ലാം എന്ന് കരുതി. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഒന്നും അല്ലെന്ന് മനസ്സിലായതെന്ന് ധനവാൻ അവിടെ കിടന്ന് വേദനിക്കുക. അതുകൊണ്ട് അബ്രഹാം പിതാവേ, എന്റെ ഭവനത്തിലേക്ക് ലാസറിനെ ഒന്ന് അയക്കണം കേട്ടോ. എല്ലാവരും എന്റെ 5 സഹോദരന്മാര്, അപ്പൊ അവരുടെ ഭാര്യമാര് കാണുമല്ലോ, അവരുടെ മക്കൾ കാണുമല്ലോ, കൊച്ചുമക്കൾ കാണുമല്ലോ, അപ്പൊ ബന്ധുക്കളൊക്കെ കാണുമല്ലോ, അവരൊന്നും ഇങ്ങോട്ട് വരരുത്, ഈ യാതന സ്ഥലത്തേക്ക് വരരുത്, ഞാനോ വന്നുപോയി, ഇനിയും ഇവരാരും വരരുത്. ഓർത്ത് വയ്ക്കാൻ നിലവിളി എത്ര വലുതാണല്ലേ. ഞാൻ വളരെ ചിന്തിച്ചിട്ടായി ഈ കഥനം പറയുന്നത് കേട്ടോ. പ്രൈസലോ. ഒരു കാലഘട്ടത്തിൽ ഞാനും ഇങ്ങനെയൊക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ ഈ ആദർശാലത്ത് പോകേണ്ടതാ. പക്ഷെ ദൈവം എന്നെ വേർതിരിച്ചു. അല്ലേലേ, അതുകൊണ്ടാണ് ഞാൻ സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അല്ലേലേ, ഇവിടെ ദൈവ വചനം പറയുന്നത് നമ്മെ പാപത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ നാവാണ്. അല്ലേലൂയ, സ്തോത്രം. ഈ നാവ് തന്നെയാണ് ചിലരുടെ ജീവിതത്തെ തകർക്കുന്നത്. ഈ നാവ് തന്നെയാണ് ചിലരുടെ ജീവിതത്തെ തകർക്കുന്നത്. അല്ലേലൂയ, ഈ നാവ് തന്നെയാണ്, അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, മൂർച്ചയുള്ള വാൾ പോലെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് പാഞ്ഞു ചെല്ലുന്നു, വേദനിക്കപ്പെടുന്നതും. മക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് നടന്ന നമുക്കറിയാം ദീപക്കിന്റെ മരണം. ദീപക്കിന്റെ മരണത്തിന് വിധേയമായത് ആ ഒരു സ്ത്രീയുടെ അല്ലയ്യ നാവാണ്. ആ സ്ത്രീ ലോകത്തിലൊന്ന് പരിചയപ്പെടാൻ വേണ്ടി, വെളിപ്പെടാൻ വേണ്ടി ഒന്ന് വൈറലാകാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടുന്ന പണമെല്ലാം കൂടെ വാങ്ങി ഒന്ന് ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക, പട്ടും തൂറ് വസ്ത്രമൊക്കെ ധരിച്ച് ഞാൻ ഭയങ്കര വൈറലായി മാറാൻ വേണ്ടി ആ സഹോദരി ഒരുപ്പെട്ടതാ. പാവപ്പെട്ട മനുഷ്യനെ അല്ലേലൂയ കുടുക്കി, ലൈംഗിക അതിക്രമത്തിൽ കുടുക്കി. അഭിമാനത്തോട് ജീവിച്ച ദീപക്ക് അഭിമാനം സംരക്ഷിക്കാൻ കഴിയാതെ പിറ്റേ ദിവസം മാതാവിന്റെ പിതാവിന്റെ സഹോദരങ്ങളിലെയും തന്റെ സുഹൃത്തുക്കളിലെയും തനിക്ക് ജോലി കൊടുത്ത തന്റെ ഉടയവന്റെയും മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? സോഷ്യൽ മീഡിയ ഇപ്പൊ അവര് ഗൾഫിലെത്തി. അവിടെയും വാർത്ത, ഞാൻ രാവിലെ കണ്ട വാർത്ത ഓർത്ത് നോക്കിയ, നാവ് കൊണ്ട് എത്തിച്ചത് ആ സഹോദരിയുടെ എത്ര പരാജയം. എന്നെ കേൾക്കുന്ന സഹോദരിമാരുടെ സഹോദരന്മാരും പറയട്ടെ, ഒരാളിനെ നീ കൊടുക്കാൻ വേണ്ടി, ചതിവിനകപ്പെടുത്താൻ വേണ്ടി നിന്റെ നാവ് പിശാചിന് വിട്ടുകൊടുക്കരുത്. നമ്മൾ അപകടത്തിൽ ചാടും. അല്ലേലൂയ. ഞാൻ ഭാഗം പറഞ്ഞു തീർത്ത് നമ്മളെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അല്ലേലൂയ, സോദരൻ. ഇവിടെ നമ്മുടെ നാവാണ് ഒരു മനുഷ്യനെ അപകടത്തിലേക്കും മരണത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത്.
അതുകൊണ്ട് നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നാവ് കൊണ്ട് പാപം ഇരിപ്പാൻ ആമീൻ. ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ നാവിന് കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ദാവീദ് പറയുന്നു. 39-ാം സങ്കീർത്തനം വല്ലപ്പോഴും വായിക്കണം. എന്താ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ? ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായിക്ക് കടിഞ്ഞാണിട്ട് കാക്കും. അതെ, നമ്മുടെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ടിരിക്കുന്ന പോലെ നമ്മുടെ നാവിന് കടിഞ്ഞാണിടണം. രക്തം ചെയ്യും. ഇല്ലെങ്കിൽ അപകടമാണ്, അനർത്ഥമാണ്. ആമീൻ. നിക്കനിയിൽ വീഴും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ പാഞ്ഞു ചെന്ന്, നമ്മുടെ നാവ് മറ്റുള്ള ഹൃദയങ്ങളിലേക്ക് പാഞ്ഞു ചെന്ന്, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ള ഹൃദയത്തേക്ക് പാഞ്ഞു ചെന്ന് ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. ഹല്ലേലൂയ. അത് കണ്ട് രസിക്കുന്ന അനുഭൂതി ആളുകളുണ്ട്. ഹല്ലേലൂയ. ധനവാൻ യാതൊരു സ്ഥലത്ത് കിടന്നതെല്ലാം ചിന്തിച്ചു കാണും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയ സഹോദരങ്ങളെ പറയട്ടെ, ഈ ഭൂമിയിൽ നമുക്ക് ഒരിക്കൽ മാത്രമേ ജീവിതമുള്ളൂ. ഒരു പ്രാവശ്യം മാത്രമേ ജീവിതമുള്ളൂ. രണ്ടാമത് നമുക്കൊരു ജീവിതമില്ല. രണ്ടാമത് ഈ ഭൂമി നമ്മൾ ഒരിക്കലും ഉണ്ടാകത്തുമില്ല. ഇവിടെ വെച്ചാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. ചില ആളുകൾക്ക്, ചില ഭോഷന്മാർ, ചില മന്ദബുദ്ധികള് ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല. ചില മന്ദബുദ്ധികള് ഇനിയൊരു പുനർജന്മം കിട്ടിയാൽ ഞാനൊരു നമ്പൂതിരിയ ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഞാൻ വലിയ അങ്ങ് അമ്പാനിയോ ഒക്കെ ജനിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നവര് കാണും. അല്ലേ? ഒരു പുനർജന്മം കിട്ടിയാൽ അവർ ജനിച്ച സമുദായവും ആ വീടും കുടുംബവും ഒന്നും വേണ്ട, ഇനിയും ഏറ്റവും വലിയ ശ്രേഷ്ഠ ജാതിയായിട്ട്. അത് ഈ മന്ദബുദ്ധികൾ പറയുന്നതാ. നമുക്കൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ടാമതൊരു ജീവിതമില്ല. രണ്ടാമതൊരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ മരണാനന്തര ജീവിതമാണ്. അത് സത്യസന്ധമായും വിശുദ്ധമായും ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവം സ്വർഗത്തിൽ നൽകുന്നതാണ് രണ്ടാമത്തെ ജീവിതം. അത് നല്ലവർക്കാണ്. അശുദ്ധന്മാർക്ക്, യേശുവിനെ അറിയാത്തവർക്ക് ഈ ധനവാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാം. അവിടെയും നിത്യത തന്നെയാണ്. പക്ഷെ യാതന അനുഭവിക്കണം. സ്വർഗത്തിലോ സന്തോഷമാ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ചിലർ വഞ്ചനയായി സംസാരിക്കും. കള്ളവും കപടവും കൊണ്ട് തങ്ങളുടെ കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിലർ സംസാരിക്കും. ചിലര് കള്ളവും വഞ്ചനയും കൊണ്ട് സംസാരിക്കും. കാപട്യം നിറഞ്ഞതാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങരുത്. നിങ്ങൾ ചിന്തിച്ചിട്ട് അതിനെ മറുപടി പറയാവുള്ളൂ. നിങ്ങൾക്ക് താഴെ കമന്റ് ഒക്കെ ഇട്ട് ചീത്ത വിളിക്കുക. എനിക്ക് യാതൊരു, ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്മാരും കള്ളന്മാരാണ്. അല്ലേ? ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്മാരും കള്ളന്മാരാ. ലേലിയ അല്ലെന്ന് നിങ്ങളൊന്ന് പറയോ? എങ്ങനെ ഇവർ കള്ളന്മാരായെന്ന് പറയോ? സകല മനുഷ്യനും ഉയർച്ച പ്രാപിച്ചത്, നന്മ പ്രാപിച്ചത്, സാമ്പത്തികമായി നേടിയത്, സാമ്പത്തികം ഉണ്ടാക്കിയത്, പണം നേടിയത്, പണം ഉണ്ടാക്കിയത് ഏതെങ്കിലും വിധത്തിൽ കള്ളം പറഞ്ഞ, ഊടായ്പ പറഞ്ഞ, അത് ഞങ്ങളുടെ പെന്തക്കോസിലെ പാസ്റ്റർമാരായിരുന്നാലും, പെന്തക്കോസ് വിശ്വാസികളായിരുന്നാലും, സമുദായത്തിലെ അച്ഛന്മാരായിരുന്നാലും, കന്യാസ്ത്രീകളായിരുന്നാലും, വിശ്വാസികളായിരുന്നാലും, ഹൈന്ദവ വേദത്തിൽ നോക്കിയാലും, ഇസ്ലാമിക വേദത്തിൽ നോക്കിയാലും, പണത്തിന്റെ മേൽ നമ്മൾ ജീവിക്കുന്നവന് പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാപട്യം ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാമോ? ഇല്ലെന്ന്. അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം കള്ളം ചെയ്തിട്ടുണ്ട്, കള്ളന്മാരാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നാമധേയം നമ്മുടെ മേൽ കിടപ്പുണ്ട്. നമ്മൾ അത് തിരുത്തണം. അല്ലേ? കാരണം മനുഷ്യൻ അത് അറിയുന്നില്ല. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ 1 രൂപയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെ 2 രൂപയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചുറ്റിക്കളി നടത്തിയെന്ന് വരും. പക്ഷെ നമ്മളതിന്റെ ആ പാപത്തിന്റെ തീവ്രത അറിയാത്തത് കൊണ്ടാണ്. ആ ചെയ്യുന്ന തെറ്റിന്റെ തീവ്രത നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളത് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അല്ലേ? എന്നാൽ ഈ സത്യത്തേക്ക് മനസ്സിലായി ഒരുപാട് പേര് നേരായി ജീവിക്കുന്നവരുണ്ട്. അല്ലേ? അപ്പം ഞാനിത് പറയാൻ കാരണം, ഞാൻ ഇതൊരു പുസ്തകത്തിൽ വായിച്ചു. അപ്പോൾ തന്നെ ഒരു വ്യക്തി എന്നോട് സംസാരിച്ച കാര്യം കൂടാണിത്. അപ്പൊ ഞാൻ ഇത് രണ്ടും കൂടെ ഞാൻ എന്നിലേക്ക് ഇതിനെ നോക്കി. അതെ, പലപ്പോഴും നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് കള്ളത്തരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം കൂടെ ശിക്ഷ കർത്താവ് വിധിച്ചിരുന്നെങ്കിൽ, ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നപ്പോൾ ഞാൻ മരിച്ചിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ, എന്റെ നാവ് ചെയ്തു കൂട്ടിയ പാവങ്ങൾ, എന്റെ നാവ് ചെയ്ത വഞ്ചന, ചതിവും, മറ്റുള്ളവരെ വേദനിപ്പിച്ചതും ക്രൂരമായി ഉപദ്രവിച്ച് എന്റെ നാവ് കൊണ്ട് ചെയ്ത സകല ദോഷങ്ങൾക്കും അതിന് വിധേയമായി ഈ ധനവാൻ കിടക്കുന്ന പോലെ ഞാനും യാതൊരു സ്ഥലത്ത് ചെന്നിട്ട് ആ പറഞ്ഞ നാവ് തന്നെ, ഇപ്പം ധനവാന്റെ നാവ് യാതൊരു സ്ഥലത്ത് കിടന്നു വെള്ളമില്ലാതെ ആ നാവ് വരളുക. അല്ലേ? എന്ന് പറഞ്ഞാൽ ഞാനും ആ നരകത്തിൽ ചെന്നിട്ടും വെള്ളം കിട്ടാതെ ഞാൻ കളവ് പറഞ്ഞ, വ്യാജമറി ചതിവ് പറഞ്ഞ, നുണ പറഞ്ഞ നാവ് ഒരു തുള്ളി വെള്ളം കിട്ടാതെ യാതൊരു സ്ഥലത്ത് ഞാനും വരണ്ട് കിടന്നേനെ. പക്ഷെ എന്നെ കർത്താവ് കൊണ്ട് വിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കിത് ബോധ്യമായപ്പോൾ ഞാൻ കർത്താവിനെ 1000 സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും.
കർത്താവി ഞാൻ ആ യാതൊരു സ്ഥലത്ത് ചെല്ലാതെ നീ എന്നെ വിടുവിച്ച്. നിങ്ങളൊക്കെ ഓരോരുത്തരും അതുപോലെ കേട്ടോ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും, നിങ്ങൾ എത്ര ഉന്നത ജോലിയിലായിരിക്കുന്ന വ്യക്തിയായിരുന്നാലും, നമ്മളെല്ലാം ഇങ്ങനെയായിരുന്നു. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് നമ്മൾ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് ഈ യാതന സ്ഥലത്തായിരിക്കും. അവിടെ വരണ്ട അനുഭവമാണ്. എന്നാൽ ഈ തെറ്റ് മനസ്സിലാക്കിയിട്ട് നാം മനസ്സാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ആത്മരക്ഷ പ്രാപിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗരാജ്യത്തിൽ ചെന്ന് നമ്മുടെ നാവ് വരണ്ടു പോകാതെ നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കാൻ കഴിയും. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആലോചിച്ചിട്ട് നിങ്ങളെ തന്നെ ക്രമീകരിക്കണം. രക്തം ചെയ്യും വചനം നമ്മെ മുറിപ്പെടുത്തുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്, സങ്കടപ്പെടുത്തുന്നതാണ്, നമ്മെ തിരുത്തുന്നതാണ്, നമ്മെ പാപത്തിന് വേർതിരിക്കുന്നതാണ്. വചനം നമുക്ക് അനുതാപം തരുന്നതാണ്, പശ്ചാത്താപം തരുന്നതാണ്, രക്ഷ നൽകുന്നതാണ്, നിത്യജീവൻ നൽകുന്നതാണ്, നിത്യസന്തോഷം തരുന്നതാണ്, നിത്യസമാധാനം, പ്രത്യാശ നൽകുന്നതാണ്, ജീവിപ്പിക്കാൻ മുന്നോട്ട് പ്രേരിപ്പിക്കുന്നതാണ് വചനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ വചനം ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഈ വചനത്തെക്കുറിച്ചൊക്കെ ധനവാൻ അറിയാമായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന് വിശപ്പടക്കിയിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം വ്രണം പിടിച്ചവൻ. ആ മനുഷ്യന്റെ ലാസറനാണ്. ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന് ഉപജീവനം കഴിച്ച് ആ മനുഷ്യൻ, ആ ലാസർ മരിച്ചപ്പോ എങ്ങോട്ടിന്ന് അബ്രഹാം പിതാവിന് മടിയിലേക്ക് ചെയ്യുന്നു. പക്ഷേ ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ച ഈ ധനവാൻ എവിടെ പോയി? യാതൊരു സ്ഥലത്ത് പോയി. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പല ധനവാന്മാരോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ വീട്ടിൽ വന്ന് കൂലിപ്പണി ചെയ്ത്, അടിമപ്പണി ചെയ്ത്, വേല ചെയ്ത്, നിന്റെ വീട്ടിൽ പാത്രം തേച്ച് മെഴുകുന്ന, നിന്റെ മുറ്റമടിക്കുന്ന, നിന്റെ വീട്ടു ജോലി ചെയ്യുന്ന, അടുക്കളപ്പണി ചെയ്യുന്ന ചിലരൊക്കെ സ്വർഗരാജ്യത്തിൽ ഇരിക്കുമ്പോൾ അവരെ ഇങ്ങോട്ട് പണിയെടുപ്പിച്ച ധനവാനായിരിക്കും. നീ എവിടെ കിടക്കുന്നറിയോ? യാതൊരു സ്ഥലത്ത് കിടക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ ഒരു സഹോദരി, ഹല്ലേലൂയ, ഒരു മുതലാളി വീട്ടിൽ ജോലി ചെയ്യുക. ഈ മുതലാളി ഒരു ക്രൈസ്തവനാണ്. പുള്ളി രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ സഹോദരി വിശ്വാസിയാണ്. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവരവരുടെ ജോലി കാര്യങ്ങൾ, ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട് പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സുവിശേഷം പറഞ്ഞു കൂട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളാ വീട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ ആ വീട്ടിൽ വേല ചെയ്യുന്ന, അടിച്ചുമാരി തൂത്തുമാരി വേല ചെയ്യുന്ന അടുക്കളപ്പണിയാരിയാണ്, ആ വീട്ടിലെ ജോലി ചെയ്യുന്നവളാണെങ്കിലും, നിങ്ങൾ ആ വീട്ടിൽ കൂലിക്ക് ചെയ്യുന്ന പണിയെടുക്കുന്നെങ്കിലും, ആ ധനവാന്റെ വീട്ടിലെ ഏറ്റവും വലിയ സമ്പത്തുള്ളവരും ഏറ്റവും തന്നെ പ്രത്യാശയുള്ളത് നിങ്ങളാന്ന് പറഞ്ഞു. എന്നാ ഒരു എന്നോട് എന്തുകൊണ്ടാ പാസ്റ്റർ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അവർക്ക് ധനമുണ്ട്, പക്ഷെ അവർക്ക് സ്വർഗമില്ല. നിങ്ങൾക്ക് യേശുവുണ്ട്, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ധനമുള്ളത് കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ല. യേശു ഉണ്ടെങ്കിലേ ജീവിതത്തിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോഴാണ് സഹോദരിക്ക് ഭാഗം കത്തിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് അല്ലെങ്കിൽ. അതുകൊണ്ട് ധനവാന്മാർ പലരും ഈ യാതന സ്ഥലത്ത് കിടന്ന് തീജ്വാലയിൽ കിടന്ന് നാവ് വരളുമ്പോൾ അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കൊത്തമായിട്ട് നാവിലെ യാതന സ്ഥലത്ത് വരൾച്ച അനുഭവിക്കുമ്പോൾ ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞ ആ നാവെല്ലാം സ്വർഗത്തിൽ കോടാനുകൂടി ദൂതന്മാരോടൊപ്പം, ഹല്ലേലൂയ, കോടാനുകൂടി ദൂതന്മാരും സാറാബുകളും സെരൂബുകളും വിശുദ്ധന്മാരും അടങ്ങിയ സംഘത്തിൽ ഇവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. നാവ് വരണ്ടു പോകാതെ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ട് തലങ്ങളല്ലേ, ഹല്ലേലൂയ. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചോട്ടെ. ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ടിരുന്ന സ്വഭാവി, നമുക്കൊരു ജീവിതം ദൈവം തന്നത് നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ഭൂമിയിലെ ആഡംബരത്തിന് വേണ്ടി സുഖലൂലം ജീവിതത്തെ അടിച്ചു പൊളിച്ച് നീ തകർത്ത് കളയരുത്. ഈ ഭൂമിയിലായിരുന്നു ഈ ധനവാന്റെ നാവ് ഏതെല്ലാം വിധത്തിലൂടെ ചരിച്ചു നമുക്കറിയില്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു മരണമടക്ക് കിട്ടി. അദ്ദേഹത്തിന് നല്ലൊരു സംസ്കാര ശുശ്രൂഷ കിട്ടി. ധനവാനല്ലേ, അന്നത്തെ കാലമനുസരിച്ച് ഈ പട്ടും തോമറവസ്ത്രമൊക്കെ ധരിക്കണമെങ്കിൽ സാധാരണക്കാരെ കൊണ്ട് പറ്റത്തില്ല. അത്രമേൽ പണമുള്ളവനെ കണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ധനവാൻ അന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു സംസ്കാര ശുശ്രൂഷ കിട്ടി. എന്നാൽ അവന്റെ മേശയിൽ നിന്ന് അപ്പനുറുക്കുഴിൽ നിന്ന് കഴിച്ച ലാസറിന് അത്രയും വലിയൊരു സംസ്കാരം, അതായത് മരണശുശ്രൂഷ കിട്ടിയില്ല. എങ്കിലും ഈ വലിയ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ ചെയ്ത് ആമീൻ ധനവാന്റെ അടക്കം കഴിഞ്ഞു. പക്ഷെ പുള്ളി ആത്മാവ് നരകത്തിലാണ്, യാതൊരു സ്ഥലത്ത് കിടക്കുന്നത്. എന്നാൽ ഒരു സംസ്കാര ശുശ്രൂഷ കേമമായൊന്നും നടത്താതെ ഉള്ളതുപോലെ അന്നത്തെ സ്ഥിതി അനുസരിച്ച് ഈ ലാസറിനെ അടക്കുകയും അദ്ദേഹം ചെന്നത് അബ്രഹാമിന്റെ മടിയിലാണ്. ഓർത്ത് നോക്കിക്കേ ശ്രോതാവേ, നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്.
ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവേ, എവിടെയായിരുന്നു പണ്ട് ഞാൻ? കുപ്പക്കുഴിയിലായിരുന്നു, നാം ചെളിയിലായിരുന്നു, എളിക്കുണ്ടിലായിരുന്നു, നാശത്തിലായിരുന്നു, അധർമ്മത്തിലായിരുന്നു, അധാർമികയിലായിരുന്നു, അശുദ്ധമായതിലായിരുന്നു ജീവിച്ചത്. നാവ് കൊണ്ട് എന്നും പാപം ചെയ്ത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അമ്മേ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഈ ധനവാനോടൊപ്പം യാതന സ്ഥലത്ത് ഞാനും വരൾച്ചയുടെ വരണ്ട അനുഭവത്തിലൂടെ കടന്നുപോയി. എന്നെ നിലവിളിയുടെ ശബ്ദം എൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട സ്ഥാനത്ത് എന്നെ അത് വിടിവിച്ചു കൊണ്ടുവന്ന കർത്താവെ, ഇന്ന് ഞാൻ മരിച്ചവൻ അങ്ങയോടൊപ്പം സ്വർഗരാജ്യത്തിൽ ആ നിത്യതയിൽ അങ്ങയെ വാറ്റി സ്തുതിപ്പാൻ കഴിയുമല്ല. നാവിന്റെ വരൾച്ചയെ മാറ്റിയ ദൈവമേ, കോടി കോടി നന്ദി പറയുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ വരണം കേട്ടോ, സ്തോത്രം. അപ്പൊ ഇവിടെ ധനവാന്റെ രണ്ട് പ്രാർത്ഥനയും അബ്രഹാമിനോടാണ്. ധനവാന്റെ രണ്ട് പ്രാർത്ഥനയും അബ്രഹാമിനോടാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തുനിയുന്നില്ല, അവൻ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അല്ലേയ മരണശിക്ഷ അല്ലേലിയ ഒരു യാഥാർത്ഥ്യമാണ്. മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ്. മരണാനന്തരമുള്ള ന്യായവിധി യാഥാർത്ഥ്യമാണ്. മരണാനന്തരമുള്ള ശിക്ഷ യാഥാർത്ഥ്യമാണ്. അല്ലേലിയ, യാഥാർത്ഥ്യമാണ്. പക്ഷെ ധനവാന്റെ അനുഭവം അത് നമ്മളെ വെളിപ്പെടുത്തി തരികയാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് വെറുതെ പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല കേട്ടോ. ചിലർ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പറയുന്ന ആളുകൾ ഇന്നുമുണ്ട്. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, നമ്മൾ അബ്രഹാമിന്റെ മക്കളാണ്. പക്ഷെ പ്രാർത്ഥിക്കേണ്ട അബ്രഹാമിനോടല്ല, യേശുവിനോടാ കേട്ടോ. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ മക്കളാണെന്ന് പറയുന്ന നമുക്ക് ഒരു ലജ്ജയും വേണ്ട. നമ്മൾ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ മക്കളാണ്. പക്ഷേ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. വേദവസ്തു അങ്ങനെ എഴുതി, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ, ഞങ്ങളോട് കരുവ് തോന്നണമേ. അപ്പം അബ്രഹാമിനോടോ ഇസഹാക്കിന്റെ യാക്കോബിനോടോ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് സാക്ഷാൽ ദൈവത്തോടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മധ്യസ്ഥന്മാരോടുള്ള പ്രാർത്ഥനകൾ മാറ്റിവെച്ചിട്ട്, മധ്യസ്ഥതയുള്ള പ്രാർത്ഥന മാറ്റിവെച്ചിട്ട് യഥാർത്ഥത്തിൽ ദൈവമാനം തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അബ്രഹാം പിതാവായിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അബ്രഹാമിനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അബ്രഹാമിന് ആരും രക്ഷിക്കാൻ കഴിയത്തില്ല, നിത്യജീവൻ കൊടുക്കാൻ കഴിയത്തില്ല, നിത്യസമാധാനം കൊടുക്കാൻ കഴിയത്തില്ല. അബ്രഹാമിന് ആരുടെയും പാപത്തിന് പരിഹാരം കൊടുക്കാൻ കഴിയത്തില്ല. അബ്രഹാമിന് ആരുടെയും പാപപരിഹാരം നടത്തി അവരെ ദൈവരാജ്യത്തിൽ അയക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അബ്രഹാമിനോട് മധ്യസ്ഥം ചെയ്യരുത്. അബ്രഹാമിനോട് മധ്യസ്ഥം ചെയ്യരുത്. മധ്യസ്ഥൻ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. അതാരാണ്? യേശു കർത്താവ്. അതുകൊണ്ടാണ് സ്തോത്രം. അല്ലെങ്കിൽ 1 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കും. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും അല്ലയ മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ സകല ജനത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തന്നെ ജീവനെ അർപ്പിച്ചു കൊടുത്ത കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി അവസാനത്തുള്ള രക്തം വരെ നമ്മുടെ പാപത്തിന്റെ കറകളെ പൂക്കി ശുദ്ധീകരണം തന്ന് നിത്യജീവനെ നമുക്ക് നൽകി. പാപത്തിന്റെ അധീനതയിൽ ജീവിച്ച് ധനവാനെ പോലെ യാതൊരു സ്ഥലത്ത് കിടന്ന് നിലവിളിക്കേണ്ടി എന്നെയും നിങ്ങളെയും വേദനിച്ച് സ്വർഗരാജ്യത്തിന്റെ സ്വർഗീയ പ്രദേശം വെളിപ്പെടുത്തി നമുക്ക് ആ സ്വർഗരാജ്യത്തെ പ്രത്യാശ തന്നത് ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശു കർത്താവാണ്. ഹല്ലേലൂയ. കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടി പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നാളുകളായി ഈ ഭൂമി നീ ജീവിച്ച അവസാന ജീവിതം യാതൊരു സ്ഥലത്തേക്ക് പോകാതെ ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് നീ യേശുവിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് അല്ലെ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അപ്പം പിതാവായ ദൈവത്തിന്റെയും ഭൂമിയിലെ മനുഷ്യരുടെയിൽ നിൽക്കുന്ന ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം. മറ്റാരോടും മധ്യസ്ഥ ചെയ്താൽ ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അബ്രഹാമിന് ആരും രക്ഷിക്കാൻ കഴിയില്ല, രക്ഷ കൊടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവിടെ നമ്മൾ ചിന്തിക്കണം, രണ്ടുപേർ തമ്മിൽ ശത്രുക്കളായി തീരുമ്പോൾ അവർക്ക് അവരുടെ ഒരു വ്യക്തി കടന്നു വരും. രണ്ടുപേർ തമ്മിൽ ശത്രുക്കളായി മാറുമ്പോൾ, രണ്ടുപേർ തമ്മിൽ ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ, രണ്ടുപേർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഇടയിൽ ഒരു മധ്യസ്ഥൻ കടന്നു വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ 2 അയൽ കുടുംബങ്ങൾ തമ്മിൽ ശണ്ടയിടുകയാണ്.
ആമൻ രണ്ട് അയൽ കുടുംബങ്ങൾ തമ്മിൽ ശണ്ടയിട്ടു, പരസ്പരം പോരായി, വെല്ലുവിളിയായി. ആ വിഷയം പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ പ്രശ്നം വളരെ തീവ്രമായി വളരെ വലുതായി കയ്യാങ്കളിയായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മധ്യസ്ഥനായിട്ട് നമ്മൾ പോലീസിനെ വെക്കുമല്ലോ. ലേരിയ നമ്മൾ പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ പോകും. കാരണം ഈ രണ്ട് കുടുംബങ്ങളുടെ പ്രശ്നം പരിഹാരം വരാൻ വേണ്ടി ഒരു മധ്യസ്ഥൻ എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള മനുഷ്യനും സ്വർഗത്തിലുള്ള പിതാവിനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ യേശു കർത്താവാണ്. ലേരിയ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ ആ പ്രശ്നത്തെ പരിഹാരത്തിന് നമ്മൾ പലതും കണ്ടെത്തുന്നത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവ്, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്കിടയിൽ വേറെ മധ്യസ്ഥന്മാർ വരരുത്. ദൈവത്തിനും ഈ ഭൂമിയിലെ മനുഷ്യർക്കിടയിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്നവൻ യേശു മാത്രമാണ്. അവനാണ് ഏക മധ്യസ്ഥൻ. അപ്പൊ ഈ ധനവാന് അബ്രഹാമിനോട് പ്രാർത്ഥിക്കുക. ഒരിക്കൽ പോലും ആ അബ്രഹാമിനോട് പ്രാർത്ഥിച്ചിട്ട് അല്ലേരിയ അവന്റെ 5 സഹോദരന്മാരെ ആ കെണിയിൽ നിന്ന് പിടിപ്പിക്കാൻ കഴിഞ്ഞു? ഒരിക്കലും കെണിയിൽ നിന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണുന്നത് അല്ലേരിയ സ്തോത്രം അല്ലേയ്യ, ഇവിടെ ഈ മധ്യസ്ഥൻ അല്ലേയ്യ രണ്ട് കൂട്ടർക്കും സമ്മതനായിരിക്കും. അല്ലെങ്കിൽ ഈ മധ്യസ്ഥൻ രണ്ട് കൂട്ടർക്കും സമ്മതനായിരിക്കും. ഇപ്പം നമ്മൾ പോലീസ് രണ്ട് കൂട്ടർക്കും സമ്മതനായിരിക്കണം. ഒരു പക്ഷം പിടിക്കും. ഇന്നത്തെ കാലമല്ലല്ലോ, ഇന്നത്തെ കാലം പോലീസുകാർ പണം കിട്ടുന്നതേക്ക് മാറിയിരിക്കും, ദൈവങ്ങളല്ലേ. അപ്പൊ യേശുവിനെ കുറിച്ച് അങ്ങനെയല്ല. നമ്മൾ രണ്ട് കൂട്ടർ വിഷയമായിട്ട് യേശുവിന്റെ മുമ്പിൽ കടന്നിരുമ്പോൾ യേശു നമ്മൾ രണ്ട് കൂട്ടർക്കും ഒരുപോലെയായിരിക്കും ന്യായവിധിക്കുന്നത്. ആരുടെ മുഖപക്ഷം പിടിക്കുന്ന, ആരുടെ പക്ഷം, ആരുടെ കൈക്കൂലി വാങ്ങാതെയാണ് യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് നമ്മുടെ ആ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന വിഷയത്തെ ശാന്തമാക്കി സൗമ്യമാക്കി അതിനെ വളരെ തണുപ്പാക്കി നമ്മളെ വീണ്ടും ചേർത്ത് പിടിക്കുന്നത് ഏക മധ്യസ്ഥൻ, വിശ്വസ്തനായിരിക്കുന്ന, സത്യസന്ധമായിരിക്കുന്ന അല്ലേരിയ മാനുകുലത്തിന്റെ പാപത്തിന് വേണ്ടി നമുക്ക് വേണ്ടി വരിച്ചടക്കപ്പെട്ട് ഉയർത്തി സ്വർഗാരോഹണം ചെയ്ത പിതാവിന്റെ വലത്തുമായി തിരിക്കുന്ന ഏക മധ്യസ്ഥനെ യേശുക്രിസ്തുവിന് മാത്രമേ നമ്മുടെ വിഷയത്തെ ശാന്തമായിട്ട് പരിഹരിക്കാൻ കഴിയുള്ളൂ. മനുഷ്യൻ പക്ഷം ചേരും. ഇനി മധ്യസ്ഥന്മാരെന്ന് പറയുന്നത് അല്ലേരിയ അവരൊരു യാഥാർത്ഥ്യമല്ല. നിങ്ങൾ ചിന്തിക്കണം. അവർ ഭൂമി ജീവിച്ചവരാണ്, ശരിയാണ്. അവർ മരിച്ച് മൺമറഞ്ഞ് കല്ലറയിൽ വിശ്രമിക്കുന്നവരാണ്. അവർ നിദ്ര കൊണ്ടവരാണ്. അവരിന്നും വിശ്രമിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമത്തുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ അബ്രഹാം പിതാവട്ടക്കമുള്ളവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ കല്ലറകൾ പിളർന്നു വായിക്കുന്നുണ്ട്. മുമ്പ് മരിച്ച വിശുദ്ധന്മാരെല്ലാം അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പലർക്കും പ്രത്യക്ഷമായതൊക്കെ മത്തായി 27 50 തൊട്ട് വായിച്ച കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം തുടങ്ങിയ മധ്യസ്ഥന്മാർക്ക് സ്വർഗീയപർദീസിൽ മധ്യസ്ഥനായിട്ട് അവിടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിനോടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അബ്രഹാമിന് നിത്യജീവൻ കൊടുത്ത യേശുവിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, അബ്രഹാമിന് രക്ഷ നൽകാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കുവാൻ രക്ഷ നൽകുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദര സഹോദരി, നീ ചെയ്തു കൂട്ടിയ പാപത്തിന്, ചെയ്തു കൂട്ടിയ അനർത്ഥങ്ങൾക്ക്, നീ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾക്ക് നിന്നെ ആ പാപത്തിന് വിടിവിക്കുവാൻ, ആ പാപത്തിന് മോചിക്കുവാൻ, നിന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ ഭൂമിയിൽ ഒരു മതങ്ങൾക്കോ മത നേതാവിനോ കഴിയില്ല. ഒരു മതം പ്രമാണിക്കാൻ കഴിയത്തില്ല. ഒരു പുരോഹിതനും നിന്റെ പാപത്തെ ക്ഷമിക്കാൻ കഴിയത്തില്ല. കാരണം ഞങ്ങളൊക്കെ ഈ സുവിശേഷം പറയുന്നവരാണ്. വീടാന്തരം കയറിയിറങ്ങി സുവിശേഷം പറയും. മദ്യപാനികളും വെറുപ്പ് ജീവിക്കുന്നവരും തുറന്നടപ്പുകാരും അശുദ്ധമായി ജീവിക്കുന്നവരോടും തല്ലുകൊള്ളികളോടും മദ്യപിക്കുന്നവരും എല്ലാം ഞങ്ങൾ സുവിശേഷം പറയും. ഞങ്ങൾ സുവിശേഷം പറയുമ്പോൾ അനവധി ആളുകൾ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കാറുണ്ട്. ഞാൻ ഓരോ ദിവസവും അനവധി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ദൈവത്തിനും പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പർ ഇടുമ്പോൾ ഞാനോട് പറയുന്നത്, നിങ്ങളുടെ ഏത് വിഷയത്തിൽ, ഏത് സമയത്ത്, ഏത് രാത്രിയും എന്നെ വിളിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയുന്നതുകൊണ്ട് സമയഭേദമില്ലാതെ എന്നെ എല്ലാവരും പ്രാർത്ഥിക്കാൻ വിളിക്കും. അപ്പം ഞാൻ ഉറക്കത്തിൽ ചാടി എണീറ്റ് പെട്ടെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അല്ലേലിയ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണ്. അല്ലേലിയ അവരെന്നോടത് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ വിഷയത്തിൽ ഞാൻ ഇടയ്ക്ക് നിന്നൊരു മധ്യസ്ഥം ചെയ്യുമെന്ന് അവർക്ക് തോന്നലുള്ളത് കൊണ്ടാണ് ആ വ്യക്തികൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. പക്ഷേ അവരെന്നോടല്ല പ്രാർത്ഥിക്കുന്നത്. അല്ലേലിയ അവർ പറയുന്ന പാസ് ദൈവത്തോട് പറയണം.
യേശുവിനോട് പറയണം, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകും. അപ്പോൾ അവരുടെ ആ വിഷയങ്ങളെ ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ദൈവസ്നേഹയുടെ കാലം ഇവിടേക്ക് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ ആ ജനത്തിന്റെ ആ വിഷയത്തിന്, സഹോദരന്റെ സഹോദര വിഷയത്തിന്, കണ്ണുനീരിന് ഒരു മറുപടി കൊടുക്കണമെന്ന് ഞാൻ യേശുവിനോട് പറയുന്നത്. അതുകൊണ്ട് ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന എനിക്ക് ഒരാളുടെ പാപത്തെ ക്ഷമിക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരാളുടെ പാപത്തെ പരിഹാരം കൊടുക്കാൻ കഴിയുന്നില്ല. എന്നെ വീണ്ടെടുത്ത് എന്നെ രക്ഷിച്ച് എന്നെ ശുശ്രൂഷനാക്കി വെച്ചിരിക്കുന്ന ദൈവമുണ്ട്. ഞാൻ ആ യേശുവോട് പറയും, കർത്താവേ അവിടെ വിഷയങ്ങൾക്ക് പരിഹാരം കൊടുക്കണമേ. ഈ ധനവാൻ ഇതൊക്കെ ഉണ്ടെങ്കിലും ആരുടെ വിവരമില്ലായിരുന്നു എന്നുള്ളതാണ്. ധനവാനും ലാസറും ഉണ്ടെങ്കിലും ലാസറിന്റെ വിവരം പോലും, ബോധം പോലും ഈ ധനവാൻ ഉണ്ടായിരുന്നില്ല. ആ ബോധമുണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ മനുഷ്യൻ ഭൂമിയിൽ അവൻ പട്ടും ധൂപ്രവസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ തന്നെ, ആഡംബരിച്ച് നയിക്കുമ്പോൾ തന്നെ യേശുവിനോട് പ്രാർത്ഥിക്കും. ഇന്നത്തെ കാലഘട്ടത്തിലും പലരും പണം കണ്ടങ്ങ്, പണമുള്ളത് കൊണ്ട്, പ്രതാപമുള്ളതുകൊണ്ട്, കൊട്ടാരമുള്ള സൗദങ്ങളുള്ളതുകൊണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, കോടീശനായത് കോടിപതി ആയതുകൊണ്ട്, ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ ഉണ്ടാകും എന്ന് പറയുന്ന അനവധി സഹോദരന്മാരെ, സഹോദരിമാരെ, നിന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാതെ സ്വർഗരാജ്യത്തിന്റെ പടി ചവിട്ടാൻ നിനക്ക് കഴിയില്ല. രക്തം ചെയ്യും. സുവിശേഷം എന്ന് പറയുന്ന സത്യത്തിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. യേശു എന്ന് പറയുന്ന സത്യത്തിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നില്ലെന്ന് യോഹന്നാൻ പോകുന്നതിന്റെ ആറിൽ പറയുന്നത്. അപ്പം വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയുള്ളൂ. അബ്രഹാം ഈ വീടിന്റെ നായകനാണ് എന്ന് പറഞ്ഞ അബ്രഹാമിന്റെ പേര് വെച്ച് വീട് പണിതാലും, അബ്രഹാമിനെ വീടിന്റെ നായകനാക്കി വെച്ച് അബ്രഹാമിനോട് പ്രാർത്ഥിച്ചാലും സഹോദര, നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയുക. കാരണം അബ്രഹാം മണ്ണുകൊണ്ടുള്ളവനാ. അബ്രഹാം മണ്ണുകൊണ്ടുള്ളവനും മണ്ണുകൊണ്ട് വരഞ്ഞവനുമാണ്. ദൈവത്തിന്റെ ശ്വാസമാണ് അവന്റെ ഉള്ളിൽ കിടക്കുന്നത്. അബ്രഹാമിന്റെ ഉള്ളിൽ കിടക്കുന്നത് ആ ദൈവത്തിന്റെ ശ്വാസമാണ്. ദൈവത്തിന്റെ ശ്വാസം അവന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അവൻ ഈ ഭൂമി ജീവിക്കുന്നു. അതുകൊണ്ട് അബ്രഹാമിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്, അബ്രഹാമിന് ശ്വാസം കൊടുത്തവൻ, അബ്രഹാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച സ്തോത്രം, മൺമയമായ ശരീരത്തിലെ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ ശ്വാസം മുഖാന്തരം ജീവിക്കുന്ന, ദൈവത്തിന്റെ ശ്വാസത്താൽ ജീവനോട് ജീവിക്കുന്ന അബ്രഹാമിന്റെ സൃഷ്ടാവായിരിക്കുന്ന യഹോവയായ ദൈവത്തോട് അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും നമ്മുടെയും ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുകയുള്ളൂ. പരിഹാരമില്ലാത്ത പലരും നമ്മുടെ ജീവിതത്തിലുണ്ട്. അല്ലേരിയ. എന്നോട് ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു, ഞാൻ സങ്കീർത്തന പുസ്തകം ഏതാണ്ട് 22 അധ്യായം വായിച്ചു. 22 അധ്യായം വായിച്ചിട്ട് എന്റെ വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടിയില്ല. അപ്പം ദൈവം ഇല്ല എന്നാ എന്റെ ഉള്ളിൽ വന്നെന്ന് പറഞ്ഞു. എന്റെ ഏരിയ. അപ്പൊ ദൈവം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ എന്റെ വിഷയത്തിന് പരിഹാരം നൽകത്തില്ലായിരുന്നു എന്നാണ് സഹോദരി ചോദിച്ചാൽ കുടുംബ പ്രശ്നമാണ്. അപ്പൊ ഞാൻ അപ്പോൾ ചിന്തിച്ചത്, ഞാൻ ആ സഹോദരി പറഞ്ഞത്, സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം തൊട്ട് 22-ാം അധ്യായം വരെ നിങ്ങൾ വായിച്ചിട്ടും ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ 14-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചില്ലേ? 14-ാം സങ്കീർത്തനം കടന്നിട്ടല്ലേ നിങ്ങൾ 15-ലേക്ക് വന്നത്? 12-ാം സങ്കീർത്തനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വായിച്ചത് 13-ാം സങ്കീർത്തനമാണ്. 13 കഴിഞ്ഞ് നിങ്ങൾ 14-ലേക്ക് വന്നില്ലേ? 14 കഴിഞ്ഞല്ലേ 15-ലേക്ക് വന്നത്? 14 എന്തിനാ എഴുതി വെച്ചിട്ട് 14 എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട് സഹോദരി, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നു. അല്ലേ? കണ്ടോ? അപ്പൊ ആ സൗന്ദര്യ ഭാഗം 1 തൊട്ട് 22 വായിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഗ്രഹിച്ചില്ലെന്നുള്ളതാണ്. അല്ലത് അതുകൊണ്ടാണ് 22-ാം അധ്യായം വായിച്ചു കഴിഞ്ഞിട്ടുള്ള പിന്നെ ഞാൻ ബൈബിൾ തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ നല്ല കാര്യം. അല്ലേ? കാരണം അതിനുള്ളിൽ വിചാരങ്ങളുള്ളിൽ പ്രവർത്തിച്ചു. എന്നെ കേൾക്കുന്ന പ്രശ്നികത, നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നേടുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്. അല്ലേ? സ്വന്തം ഗുണം തന്നെ മാത്രം നോക്കരുത്. അല്ലേ? തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. അല്ലേ? അപ്പൊ ഇവിടെ ചിന്തിച്ചു നോക്കിയാട്ട് സ്വന്തം അബ്രഹാമിനോട് പ്രാർത്ഥിച്ച ഈ ധനവാൻ യാതന സ്ഥലത്ത് കിടന്ന്, ജ്വാലയിൽ കിടന്ന് നരകയാതന, വരൾച്ച അനുഭവിക്കുക. അല്ലേ? സ്തോത്രം. എന്നാൽ അവിടുന്ന് അവൻ ധനവാന്റെ മേശയിൽ അപ്പനുറുകൾ തിന്ന അവന്റെ വ്രണം പോലും നായ്ക്കൾ വന്ന് നക്കി. എല്ലരിയ. അത്ര കഷ്ടതയുടെ, വേദനയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ആ ലാസർ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവൻ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് ചെന്നു.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരം തരികയാണ്. സഹോദരി സഹോദരൻ, നിനക്ക് ഈ മാനസാന്തരപ്പെടാൻ അവസരം തരികയാണ്. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളെ, കൗമാരക്കാരോട് പറയട്ടെ, നിന്റെ ലോക ജീവിതത്തിലെ പാപ സ്വഭാവത്തെ നീ വിട്ട്, നീ കടന്നു പോകുന്ന ജഡികമായ ജീവിതത്തെ വിട്ടിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്തോത്രം, ചെറിയ കുഞ്ഞുങ്ങൾ കൂടി മൊബൈലിന് അഡിക്റ്റായി മാറിയിട്ട് മൊബൈലിലെ സ്വഭാവങ്ങൾ, പാപത്തിനടിമയായി പലരും ദൈവത്തിന് അകന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവേത് സമയത്തെന്ന് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. രക്തജയം, ഹല്ലേലൂയ. അതെ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ, നിനക്ക് നിത്യജീവനെ നൽകുവാൻ, നിത്യജീവനെ നീ പ്രാപിക്കുവാൻ വേണ്ടി ദൈവരാജ്യം നിനക്ക് നൽകുവാൻ, സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തെ നിന്നിൽ വെളിപ്പെടുത്തുവാൻ, ആ സ്വർഗീയ പരദീസ നിനക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി, നിന്നെ ദൈവത്തിന്റെ മകളായി സ്വീകരിക്കാൻ വേണ്ടി, നിന്നെ മരണാനന്തര ജീവിതം നരകത്തിലേക്ക് യാത്രസ്ഥലത്തേക്ക് പോകാതിരിക്കാൻ, അത് നീ നിത്യത്തിലെത്താൻ വേണ്ടി ഇന്നൊരു ദിവസം കൂടെ ദൈവം നിനക്ക് അനുവദിച്ച് തന്നിരിക്കുന്നതാ. ഇന്നത്തെ ദിവസം നിനക്ക് തന്നത് നിന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്. രക്തം ചെയ്യും, ഹല്ലേലൂയ. അതുകൊണ്ട് കേരളത്തിൽ നീ താമസിച്ചാലും, ഇന്ത്യയുടെ ഏത് കോണി താമസിച്ചാലും, ലോകരാജ്യത്തിന്റെ ഏത് ഭാഗത്ത് നീ താമസിച്ചാലും, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന യേശുവിനോട് നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, അബ്രഹാമിന് ആരെയും രക്ഷിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അബ്രഹാം നിത്യജീവൻ കൊടുക്കാനും കഴിയില്ല. പിന്നെ ധനവാൻ പ്രാർത്ഥിച്ചത് അബ്രഹാമിനോട്. ആമേൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രക്ഷ നൽകാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. മറ്റൊരുത്തനിൽ രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല, മറ്റെവിടെയും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല. ഹല്ലേലൂയ. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതി, മറ്റൊരിടത്തും മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെങ്കിലും മനുഷ്യരുടെയും നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. അപ്പം മറ്റാരിലും, മറ്റെവിടെയും, മറ്റാരിലും എന്നൊക്കെ പറയുമ്പം നീ അബ്രഹാമിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് ഞാൻ പറയുന്നത്. മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമില്ലാതെ പ്രാർത്ഥനയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ജീവനുള്ള ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. അതാണ് ഒരുവരല്ലോ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ യേശുവെന്ന് നമ്മൾ തിമോഥെയോസിന്റെ ലേഖനം 2:5 വായിച്ചത്. ഹല്ലേലൂയ. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഈ പാപത്തിന് പരിഹാരം വരുത്തണം. നീ എത്ര കൊടും പാപിയായിരുന്നാലും നിന്റെ പാപത്തിന് പരിഹാരമുണ്ട്. ഈ ലോകം നിന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ, ലോകം നിനക്ക് മാപ്പ് തന്നില്ലെങ്കിലും, ലോകം നിന്റെ കുറ്റങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം നീതി തന്നില്ലെങ്കിലും, ഈ ലോകം മുഴുവൻ നിന്നെ കല്ലെറിഞ്ഞാലും, ഹല്ലേലൂയ, നീ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന് യേശുവിൽ നീ വിശ്വസിച്ച് നിന്റെ പാപത്തെ നീ സ്വയം സമ്മതിച്ചുകൊണ്ട് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നീ ദൈവത്തോട് യേശുവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ പാപത്തിന് പരിഹാരം നൽകും ദൈവം വിശ്വസന. യേശു വിശ്വസന. ഹല്ലേലൂയ. അത് മറ്റ് മതങ്ങൾ തരുന്നതല്ല, മത നേതാക്കന്മാർ തരുന്നതല്ല, മതപുരോഹിതന്മാർ തരുന്നതല്ല, അല്ലെങ്കിൽ സംഘടനകൾ തരുന്നില്ല, രാഷ്ട്രീയക്കാർ തരുന്നില്ല. പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചവരേകൻ യേശു ക്രിസ്തു, അവരോടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിന്റെ പാപത്തെ അവൻ കഴുകി വെടിപ്പാക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോട് മത്സരിക്കുക. കാള തന്റെ ഉടവിനെ, കഴുത തന്റെ യജമാനെയും അറിയുന്നു, പുൽത്തൊട്ടി അറിയുന്നു. എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്ക് ആരുടെ മക്കൾ ദൈവമാരെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വരുമ്പോൾ അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ശേപ്രവാചകൻ 1-ാമത്തെ വരുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ പാപങ്ങൾ എത്ര കടിച്ചോപ്പായിരുന്നാലും, രക്താംബരം പോലെ ചുമന്നിരുന്നാലും അവയെ ഹിമ പോലെ വെളുപ്പിച്ച് നിന്റെ പാപത്തിന്റെ കറകളെ പോക്കി. ഹല്ലേലൂയ. നിനക്ക് നിത്യജീവൻ തരുവാൻ യേശു ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്റെ പാപങ്ങളെ ഏറ്റുപറയണം. നീ പാപിയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അന്നത്തെ ഏതെങ്കിലും വിധത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ എന്തെങ്കിലും വ്യാജങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാം പാപമാ. നാം ദൈവത്തിന് പറയുന്നതെല്ലാം പാപമാ. ഹല്ലേലൂയ.
സ്തോത്രം. വിശുദ്ധ ബൈബിൾ പിടിച്ചതുകൊണ്ടോ, സത്യവേദ പുസ്തകം എടുത്തതുകൊണ്ടോ, ബൈബിളിലെ കുറച്ച് വാക്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ, ബൈബിളിലെ കുറച്ച് വാക്യങ്ങൾ കാണാതെ പറഞ്ഞതോ, പെന്തക്കോസ്തുകാരുടെ കൺവെൻഷനകത്ത് നീ പുൾപിറ്റിൽ കയറി നിന്ന് പ്രസംഗിച്ച് ജനത്തിന്റെ മുമ്പിൽ ഒരു അനുതാപത്തോടെ നിന്നതുകൊണ്ട് സഹോദരൻ, നീ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. നീ പാപി തന്നെയാ. നീ നുണ പറയുന്നവനാ, നുണപ്രചരണം നടത്തുന്നവനാ, ഏഷണിക്കാരന്റെ കള്ളസാക്ഷ്യം പറയുന്നവനാ. അല്ലേരി, അതുകൊണ്ട് പെന്തക്കോസ്തുകാർ നടക്കുന്ന യോഗത്തിന്റെ പുൾപിറ്റിന് പോയി നിന്ന് അല്ലേരിയ, നീ അവിടെ വോട്ട് പിടിക്കാൻ വേണ്ടി നീ പ്രസംഗിച്ചാലും നീ പാപി തന്നെ. നീ ഈ ധനവാന്റെ പട്ടികയിലാണ്. ഇന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും എന്ത് ചെയ്തു? പെന്തക്കോസ്തുകാരല്ലോ യോഗം നടക്കുമ്പോൾ, കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ ഓടിച്ച് വിളിക്കാതെ അങ്ങ് ചെല്ലും. വിളിക്കാതെ ചെന്ന് കഴിയുമ്പോൾ ഈ രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് അവരൊരു സ്ഥാനം കൊടുക്കും. കയറി നിന്നിട്ട് പറയും, അയ്യോ ഞാൻ വേദപുസ്തകം വായിച്ച പിന്നെ ഞാൻ വേദപുസ്തകം പഠിച്ചപ്പിന്നെ അങ്ങനായത് ഇങ്ങനായത്. പക്ഷെ ഈ മനുഷ്യന്റെ രാഷ്ട്രീയത്തിൽ നോക്കിയാൽ ഈ മനുഷ്യൻ മുഴുവൻ കള്ളമാ പറയുന്നത്. നല്ല ഏരിയ ധനവാനെ പോലെ ജീവിക്കുക, എന്നിട്ട് വെള്ളപൂശല. നിന്നെ വിളിക്കുന്ന വെള്ള തേച്ച ചുമരി, വെള്ള തേച്ച കല്ലറയെന്ന് എന്നെ വിളിക്കുന്നത്. അല്ലേരിയ നീയൊക്കെ വെള്ള തേച്ച കല്ലറകളായി മാറാതെ. അതുകൊണ്ട് പുറമെയുള്ള പ്രൗഢി അല്ല ഇവിടെ ആവശ്യം. ഈ ധനവാന് പുറമെ ഒരുപാട് പ്രൗഢി ഉണ്ടായിരുന്നു. അല്ലേരിയ, കാരണം വില കൂടിയ വസ്ത്രത്തിന് ആഡംബരത്തോടെ സുഖിച്ചു പിളച്ച് ജീവിച്ചവനാ. പക്ഷെ മരണാനന്തരം എവിടെ പോയി? യാതൊരു സ്ഥലത്ത് പോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, ഞാൻ പറയട്ടെ, നീ ഏത് ഉന്നത സ്ഥാനമാനത്തിരുന്നാലും നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് നിത്യജീവനെ ദൈവം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് വചനം പറയുക, മറ്റൊരു രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ മനുഷ്യൻ നൽകപ്പെട്ട. അപ്പൊ നിങ്ങളുടെ നാവ് ഒരു തീയായിരിക്കുന്നു. ഭക്തനായ അയ്യോബും അത് പറയുന്ന യാക്കോബ് അത് പറയും. യോബല്ല യാക്കോബ് പറയുന്നു. അല്ലേലിയ, യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലേലിയ, അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുകയാണ്. നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല, അതടങ്ങാത്ത ദോഷം മരണകരമായി വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നുവെന്ന്. എൻ്റെ നാവിനെ ആർക്കും അടക്കാൻ പറ്റത്തില്ല, നാവിനെ മരിക്കാനും പറ്റില്ല. പക്ഷേ ആ നാവ് കൊണ്ട് തന്നെ നമ്മൾ കർത്താവും പിതാവിനെ സ്തുതിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ യാക്കോബിന്റെ 3-ാം അധ്യായം വായിക്കണം. നാവ് ഒരു തീ തന്നെയാ. ആ നാവാണ് വലിയ കാട് കത്തിക്കുന്നത്. നാവ് കൊണ്ട് എന്ത് പാപവും മനുഷ്യൻ ചെയ്യും. ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിത്യ നരകത്തിലേക്ക് തള്ളിവിടുന്നതും അവന്റെ നാവ് തന്നെയാ. അതുകൊണ്ട് ഇത് പകലെ നീ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. നാം വായിച്ച വചനം എന്താണ്? അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. അതെ, ധനവാന്റെ പ്രാർത്ഥന അബ്രഹാമിനോടാണ്. 2 പ്രാർത്ഥന, 2 അബ്രഹാമിനോട്. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. അല്ലേലിയ. എന്നാൽ അനുദപിച്ചു വന്ന് അല്ലേലിയ ഭൂമി വെച്ച് തന്നെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരുടെ പാപത്തിന് പരിഹാരം വരുത്തി. ലാസറിനെ പോലെ അവന് സ്വർഗരാജ്യത്തെ കണ്ടതിനെ. പക്ഷേ അവൻ പണത്തിന് ആശ്രയിച്ചു. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മത്സരം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ രാജ്യങ്ങളുടെ സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മനുഷ്യർ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സകല വിധത്തിൽ വ്യാജവും കളവും ചെയ്ത് ദൈവത്തിനകന്നു പോയി ജീവിക്കുന്നവരാണ്. ധനവാനെ പോലെ പട്ടുപുറവസ്ഥ ധരിച്ച് വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ വാച്ചുകൾ സ്വന്തങ്ങളും കാറുമൊക്കെ ഉണ്ടെങ്കിലും ആ മനുഷ്യന്റെ ഉള്ളിലെ പാപം മനുഷ്യൻ യാതന സ്ഥലത്ത് എത്തിക്കൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ധനവാനെ പോലെ കിടന്ന് യാതന സ്ഥലത്ത് തീറ്റുവാനെ കിടന്ന ആ യാതന അനുഭവിക്കുന്ന അനുഭവത്തിലേക്ക് ജനം കടന്നു പോകാതെ ഈ ഭൂമി ജീവിക്കുന്ന തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മധ്യസ്ഥനായി യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തിന് ആത്മീയങ്ങളിൽ തുറക്കണമേ. രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന എല്ലാ സമൂഹത്തിൽപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർത്തയിലും വൃത്തനാശകരും യാചകരും ഓർഫനേജ് ഓർഡറിലെ തടവണയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവിടുത്തെ കരങ്ങളിൽ ലഭിക്കുന്നപ്പാ. മനുഷ്യരെല്ലാവരും പാപമാണ്. നീതിമാൻ ആരും ഒരുത്തം പോലും എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടവരായി ഈ ഭൂമി ജീവിക്കും. കർത്താവേ, ഈ ഭൂമി മരിക്കുന്ന ഓരോ മനുഷ്യനും വ്യക്തി യാതൊരു സ്ഥലത്തെത്താതെ പാപത്തിന് പരിഹാരം വരുത്തി ലാസർ അബ്രഹാമിന്റെ വടിയിൽ ചെലുത്തിയതുപോലെ ഈ ജനകർത്താവ് മരണാനന്തരം നിത്യമായ സ്വർഗത്തിലെത്തുവാൻ ഈ ജനത്തോട് കരുണ കാണിക്കണമേ. ഇവിടെ പാപങ്ങൾക്ക് മോചനം കൊടുക്കണമേ. ജനം മടങ്ങി തങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി യേശുവിലൂടെ പാപമോചനം പ്രാപിപ്പാൻ സകല ജനത്തെ ഒരുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.